നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:15 KPM ഹോട്ടലിൽ, പാലക്കാടുള്ള KPM റീജൻസി എന്ന ഹോട്ടലിലേക്ക് പോലീസ് സംഘം എത്തുകയാണ്. 12:15 പോലീസ് ഹോട്ടലിനുള്ളിൽ കയറിയെങ്കിലും ഒരു 10 മണിയോടുകൂടി തന്നെ ഹോട്ടൽ വളഞ്ഞ പോലീസ് സംഘം ഉണ്ടായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ പറയുന്നു. പൂങ്കുഴലിയും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും യൂണിഫോമിൽ തന്നെയാണ് അവിടേക്ക് എത്തിയത് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഹോട്ടലിൽ മുറിയിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ റെയ്ഡ് അടക്കമുള്ളവ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഘം ആളുകൾ അവിടേക്ക് വരുന്നത്, പോലീസ് ഉദ്യോഗസ്ഥ സംഘം അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം അതിനകത്തുണ്ട് എന്ന് വ്യക്തമായി ഇവർക്കറിയാം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെ മറ്റു യുവതികളും ഉണ്ട് എന്ന് പുറത്തുള്ള വാർത്തകൾ വരാൻ വേണ്ടി കൂടിയാണോ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ കൂട്ടിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, അതായത് 3 ദിവസം മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം പോടോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. പിണറായി വിജയനെ പിണറായി വിജയ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു. ഈ പരാതി ചെവി അറിയാതെ പൂങ്കുഴിയിലേക്ക് മുഖ്യമന്ത്രി കൈമാറുന്നു. അതിനുശേഷം ആരോടും ഒരു തരത്തിലുമുള്ള ആലോചനകളില്ലാതെ ഈ പരാതിക്കാരിയുമായി വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടം ഫ്ലാറ്റ് ഒഴിഞ്ഞത്. അതിനുശേഷം ഈ ഹോട്ടലിലേക്കാണ് വരുന്നത്. രാഹുൽ ഇതിനു മുൻപും ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. MLA ആയതിനു ശേഷം പല കാര്യങ്ങൾക്കും രാഹുൽ ഈ ഹോട്ടലിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഔദ്യോഗിക കാര്യങ്ങളും അല്ലാതെയും ഒക്കെ തന്നെ രാഹുൽ ഇവിടെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ ഹോട്ടലിൽ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരുമായി, അതായത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വാതിൽ നോക്ക് ചെയ്യുന്നത്. അതായത് മാങ്കൂട്ടത്തിന്റെ കൂടെ മറ്റ് വനിതകൾ കൂടി അല്ലെങ്കിൽ യുവതികൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ കൂടി പൂട്ടാൻ വേണ്ടി, അപ്പോൾ അങ്ങനെ ഒരു ചിത്രം പുറത്തു നൽകാനും മാധ്യമങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിച്ച് ചീന്താൻ നിൽക്കുന്ന മാധ്യമ പടയ്ക്ക് ഇട്ടുകൊടുക്കാൻ, ബിഗ് ബ്രേക്കിംഗ് ഇട്ടുകൊടുക്കാൻ കൂടി വേണ്ടിയിട്ടല്ലേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തുത്തരം പറഞ്ഞാണ് നിങ്ങൾ തടയുക പോലീസെ എന്ന ചോദ്യമാണ്. എന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് വ്യക്തമായ തെളിവുകളോടുകൂടി വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ നോക്കാമെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഈ ഒരു കാലതാമസം, പരാതി നൽകാനെടുത്ത ഈ ഒരു കാലതാമസം, അതാണ് ഇവിടെ പ്രധാനമായും പലരും ചോദ്യം ചെയ്യുന്നത്. ആദ്യ പരാതിക്കാരി ശക്തമായ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് കൂടുതലായി തന്നെ ഈ പറയുന്ന പോലെ തന്നെ കോടതിയിൽ നടക്കുന്നു. അതിനുശേഷം ഒളിവിൽ പോകുന്നു രാഹുൽ. 2ാം പരാതി വരുന്നു, അപ്പോഴും കോടതിയിൽ ഈ കേസ് നടക്കുന്നു, അപ്പോഴും ഒളിവിലാണ് രാഹുൽ. പിന്നീട് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചെയ്യാനായി വരുന്നു. അതിനുശേഷം വോട്ടിൽ വിജയിച്ച പലരും രാഹുലിനെ വന്ന് കണ്ട് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും പരാതി വന്നില്ല, അതിനുശേഷവും പരാതി വന്നില്ല. ഇപ്പോൾ ഒടുവിൽ വീണ്ടും പരാതി വരുന്ന ഒരു സാഹചര്യം, ഏറ്റവും ഒടുവിൽ പരാതി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫാബ്രിക്കേറ്റഡ് തിയറിയാണ് ഇവിടെ സംഭവിച്ചത്. AK സെന്ററിൽ നിന്നും ഉള്ള ഒരു നീക്കമായിരുന്നു ഇത്. അത് പണി പാളുക തന്നെ ചെയ്യുമെന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഏതായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റം ചെയ്യണം. അതിൽ യാതൊരുവിധ ദയയും ദാക്ഷിണ്യവും ഇല്ല. കാരണം പൊതുസമൂഹവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ തെറ്റ് ചെയ്യാതെ വെറുതെ വലിച്ച് ചീന്തിപ്പിച്ച് ചീന്തുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന ചോദ്യവും ഉയരുന്നു.